നന്നായി. ഒറ്റയ്ക്ക് ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് ഭയങ്കര ബോറ് ഏർപ്പാടാ. എന്നാ പിന്നെ കമ്പനിക്ക് ഗിരിയേട്ടനും കൂടെ കൂട്ടിക്കൊണ്ട് വരാറുന്നില്ലേ? മഹിമേ, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? ചേച്ചിക്ക് ഏട്ടനോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയില്ലേ? സ്വന്തം അച്ഛനെ കൊന്നിട്ട് പോലും ഗിരിയേട്ടനോട് ചേച്ചി ക്ഷമിച്ചു. ഇതിനേക്കാൾ വലിയ ആത്മാർത്ഥതയുള്ള പ്രണയം കാണാൻ കിട്ടുമോ? അച്ഛൻ ചേച്ചിയെ കാണുമ്പോ ഒരുപാട് സന്തോഷിക്കും. ഞാൻ മിണ്ടാതെ പോകാൻ ഉദ്ദേശിച്ചതാ. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ പോയെങ്കിൽ എനിക്ക് കുറ്റബോധം തോന്നും. ഗിരിയേട്ടന്റെ കൂടെ വന്ന അച്ഛന് സങ്കടാവല്ലേ? അപ്പൊ നീ നാട്ടുകാരുടെ മുമ്പിൽ ഒരു കള്ളിയായതോ? ഇത്രയും കാലം ഒരു സത്യസന്ധനായ പോലീസുകാരനായി ഈ നാട്ടുകാരുടെ ബഹുമാനം പിടിച്ചു പറ്റിയ മാധവന് ഇങ്ങനെ ഒരു മോൾ എങ്ങനെ ജനിച്ചെന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. അത് കേൾക്കുമ്പോ അച്ഛൻ ഒരുപാട് സന്തോഷിക്കോ? ഞാൻ ഗിരിയേട്ടനെ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന് അച്ഛന്റെ മരണത്തിലുള്ള പങ്കിനെ കുറിച്ച് അറിയാതെയാ. പക്ഷെ നീ അറിഞ്ഞുകൊണ്ടാ ഓരോ തെറ്റുകളും ചെയ്യുന്ന. ഞാൻ എന്ത് തെറ്റും? വെറുതെ ഈ ദിവസം നിങ്ങൾ രണ്ടുപേരും വഴക്കൂടല്ലേ? അതും അമ്പലത്തിൽ വെച്ച്. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും രണ്ടുപേരും വഴക്കൂടുന്നൊന്ന് മാറ്റി വെച്ചൂടെ? അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ തർക്കം അവസാനിക്കില്ല. ഞങ്ങൾ സംസാരിക്കുന്നതിനിടെ കയറി വക്കീൽ എന്തിനാ സംസാരിച്ച്? അത് ശരി, ഇപ്പൊ എനിക്കായോ കുറ്റം? അച്ഛന്റെ ഓർമ്മ ദിവസം ചേച്ചി അനിയത്തിയും കൂടി വഴക്കൂടണ്ടെന്ന് കരുതിയാ ഞാൻ ഇടപെടാൻ ശ്രമിച്ചത്. തെറ്റായി പോയെങ്കിലേ ക്ഷമിച്ചേ.